നമ്മളെ ബീച്ചിലും കുറെ സംവിധാനം കൊടുത്തിനി. പക്ഷെ ഞാൻ നോക്കിയിട്ട് സംവിധാനം കാണില്ല. പക്ഷെ ആ പീടികളൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കണേ. മറ്റേ പോളാർ ബിയർ പുതിയ കട ബീച്ചുകളൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കണേ. ബീച്ച് ചെയ്ത് നമ്മളെ മറ്റേ ഈ ബീച്ചിൽ നിന്നുള്ള കടകളൊക്കെ ഒഴിവാക്കിയപ്പോൾ നല്ല സെറ്റ് കടയിക്കണേ. പക്ഷെ നമ്മളെ ആൾക്കാരല്ലേ കച്ചറിയും സാധനമൊക്കെ കൊണ്ടിട്ട് കണ്ട് ആകെ ചപ്പിരി വിപ്പിലാക്കിക്കണേ ഈ ബീച്ച് മൊത്തത്തില്. അല്ലാന്ന് പറയട്ടോ, അതെ. വേസ്റ്റ് ഇനിയിപ്പോ വേസ്റ്റും കൊട്ട വെച്ചാലും അയക്കിടൂല. നമ്മളെ മക്കളെ സ്കൂളില് പഠിപ്പിക്കുന്ന സമയത്ത് സിവിക് സെൻസും കൂടി പഠിപ്പിക്കണം. അത് മദ്രസിലായാലും സ്കൂളിലായാലും നമ്മൾ ബേസിക് സാധനമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാധനം സിവിക് സെൻസ്. അതെ. ഈ വേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റും കൊട്ട വെക്കേണ്ടത് ഓരോ 30 മീറ്റർ കഴിയുമ്പോൾ ഒരു വേസ്റ്റും കൊട്ട വേണം. അത് ആൾക്കാർ നമ്മൾ കുറച്ച് നടന്നതിൻ്റെ ശേഷം വേസ്റ്റും കൊട്ട പറയാൻ ബാക്കിലാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് ഇടൂല, അതാ നിലത്തിടുള്ളൂ. പക്ഷെ നമ്മളാ കുറച്ച് നടന്നതിൻ്റെ ശേഷം ഒരു വേസ്റ്റും കൊട്ട കണ്ടാൽ നമ്മളെ വേസ്റ്റ് കൊട്ടയ്ക്ക് ഇടും. ചിലരിടൂല, അത് കയപ്പ്. പക്ഷെ അധികം ആൾക്കാരിടും. അധികം ആൾക്കാരിടും. അത് 30 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ നടന്ന് ഈ വേസ്റ്റ് ഇടാനുള്ളൊരു ടൈം നമുക്ക് അവിടെ കിട്ടണില്ല. കുറച്ച് കിടക്കുമ്പോൾ തന്നെ അവിടെ വേസ്റ്റിൻ്റെ പെട്ടി അവിടെ ഉണ്ടായി. അല്ല, വേസ്റ്റും കൊട്ട അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അയക്കിടാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ സംവിധാനം വരണം. ഇവിടെ ജിമ്മിൻ്റെ സാധനം തുടങ്ങിയിട്ട് ഒരു സാധനം അവിടെ ഇല്ല. നേരെ ചൊവ്വൊരു ജിമ്മിന്റെ സാധനം അവിടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ജിമ്മിന്റെ തുരുമ്പോ സാധനം വരെ അടിച്ചു മാറ്റി കൊണ്ടേക്കണ്. ആ അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് നോക്കി. അതൊക്കെ നോക്കി ഇവിടെ കാണുന്നില്ലല്ലോ. ഒന്ന് ഇത് നോക്കിങ്ങള്. ആ ജിമ്മിന്റെ ഓരോ ഐറ്റംസ് ഒക്കെ വെച്ച് നോക്കി. എന്താ ചെയ്യാ നിങ്ങൾ പറയും? ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടായാലും ഇങ്ങനത്തെ ഒന്നും പറയല. അന്ന് ഈ നോമ്പിന് കഴിഞ്ഞ നോമ്പിൻ്റെ ഈ ജിമ്മിൻ്റെ അവിടെ നോമ്പറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഇവിടെ ഇങ്ങനെ ഇരുന്നങ്ങാണ്ട് വേസ്റ്റ് ഫുള്ള് അവിടെ തന്നെ കൊണ്ടുവരും. ഇതിപ്പോ ആ ബൈപ്പർ ഒന്നിട്ടാ അതായത് ഇപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് കൊട്ട ഉണ്ടെങ്കിൽ റോസ് കൊട വെക്കണം. കിന്നാരം പറയല്ലേ. ആ റോസ് കൊടൻ്റെ അവിടെ ഒരു വേസ്റ്റ് കൊട്ട ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വേസ്റ്റ് കൊട്ട വേണം. അപ്പോൾ ആൾക്കാർ അയക്കിടും. പക്ഷെ ഇവിടെ വേസ്റ്റ് കൊട്ട പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഇവിടെ വേസ്റ്റ് കൊട്ട ഇവിടെ വേസ്റ്റ് കൊട്ട ഇത്രേ ഉള്ളൂ. വേസ്റ്റും കൊട്ട ഇല്ല അവിടെ. വേസ്റ്റ് കൊട്ടൊക്കെ ഒന്നും ഒരു ഇല്ലാത്തൊരു വേസ്റ്റ് കൊട്ട ഉണ്ട്. അത് ഏത് ആ ഇരുമ്പിൻ്റെ ആ ചെറിയ നീളത്തുള്ള സാധനം. അതിലെത്ര കൊള്ളല് ഇപ്പം എന്താ കൊള്ളല് ആൾക്കാരിട്ടാല് കൊള്ളിനൊരു പരിധിയില്ലേ. ഒരു വേസ്റ്റ് കൊട്ട വെക്കാനുള്ള ലക്ഷങ്ങൾ ലക്ഷം കോടി വാങ്ങിക്കണമെങ്കിലും വേസ്റ്റും കൊട്ട വെക്കാനുള്ളൊരു ഇതില്ല. എന്നിട്ട് അവിടെ എന്തെങ്കിലും ആൾക്കാർ ഇട്ടാലും ഇതാക്കാലും അതിന് വലിയ വർത്താനം. ഒരു മോശമായ പ്രവർത്തനം എന്ന് പറയല്ലേ. വേസ്റ്റ് കൊട്ട ഒന്ന് ആലോചിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വേസ്റ്റും കൊട്ട വേസ്റ്റും കൊട്ട വന്നണേ. അതായത് ചുവപ്പും പച്ചയും അല്ല, പച്ചയും നീലയും വേസ്റ്റ് കൊട്ടകൾ ഇപ്പം ഇങ്ങനെ വന്നണേ. പക്ഷെ അത് കുറേ വിട്ടാണ്. പക്ഷെ എന്നാലും ഒരു കിലോമീറ്ററിൻ്റെ അടിയിലെങ്കിലും ഉണ്ട് തോന്നുന്നു വേസ്റ്റ് കൊട്ട. അതിക്ക് ആൾക്കാർ ഇടലുണ്ട്. പിന്നെ കുപ്പി മോഡലുള്ള ഒരു വലിയൊരു മറ്റേ ഇരുമ്പിൻ്റെ കൂട് അതിലും വേസ്റ്റ് ഇടലുണ്ട്. അതൊക്കെ ആൾക്കാർ ഇതാക്കണം അത്ര. അതായത് നമ്മൾ എടുത്തെടുത്ത് ഇങ്ങനെ വേസ്റ്റ് കൊട്ട കാണുമ്പോൾ നമ്മളെ മനസ്സന്നെ പറയും വേസ്റ്റ് ഇടണം, കൈക്കുള്ള വേസ്റ്റ് അയക്കിടാന്ന്, നിലത്തിടേണ്ടത്. പക്ഷേ ഇവിടെ ഈ ബീച്ചിലൊക്കെ ഒരു 15 മീറ്ററിലെ വേസ്റ്റ് കൊട്ട വേണം. അപ്പോൾ നിങ്ങൾ പറയും നല്ല പൈസ ചിലവല്ലേന്നേ. പിന്നെ പൈസ ചിലവാക്കിയാണ്ട് ഈ ടാക്സ് എന്തൊക്കെ കൊടുക്കണമെങ്കിൽ പൈസ ചിലവാക്കണം. എന്താ കുറിച്ചെന്തെങ്കിലും പറഞ്ഞൂടെ? ഒക്കെ ഞാൻ പറയാറുണ്ടാല് പൈസ അല്ല ശരിക്കും വിഷയം. പൈസ വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് ടാക്സ് കിട്ടാണ്ട്. ആ ടാക്സുകളൊക്കെ വാങ്ങണം. ഒരുപാട് ടാക്സ് പിരിച്ച് കിട്ടാണ്ട്. വലിയ മുതലാളിമാരുടെ ടാക്സ് ഒന്നും കിട്ടിയിട്ടില്ല സീരിയസ്ലി. അപ്പോൾ
ആ ടാക്സുകളൊക്കെ വാങ്ങുക. എന്നിട്ട് ഇങ്ങനത്തെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് അങ്ങനെ എന്തോ ആണ്. ആ സാധനം പൊതുമരാമത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്, ടൂറിസത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. അത് ചെയ്യണം. അങ്ങനെ ടൂറിസം വളരല്ലേ. അതായത് ഈ ബീച്ചിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ 15 അല്ലെങ്കിൽ 30 മീറ്ററിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പേസ്റ്റും കൊട്ട വെച്ചാൽ അതിൽ ഇതിൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ടാൽ കുറേ ആൾക്കാരെ കോമഡി പറയാനായിട്ട് വരുന്നുണ്ടാവും. അതൊക്കെ ഒരു ബുദ്ധിയില്ലാത്ത ടീമാണ്. അതായത് അങ്ങനെ വെച്ചാൽ ആൾക്കാർക്ക് തന്നെ തോന്നും ഇടണമെന്ന്. അത് തോന്നാത്ത കുറേ കീടങ്ങളുണ്ടാവും, അവരെ നമ്മൾ മാറ്റി നിർത്തുക. പക്ഷെ ആൾക്കാരെ മനസ്സിലിങ്ങനെ തോന്നും നമുക്ക് അതിക്ക് വേസ്റ്റ് ഇടാന്ന്. ആ നമ്മളിങ്ങനെ വേസ്റ്റ് കൊട്ട ഇങ്ങനെ കാണുന്ന അനുസരിച്ച് നമുക്ക് അതിക്ക് ഇടണമെന്ന് തോന്നും. എന്തെങ്കിലും കഴിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു 10 മീറ്റർ ഒരു ബീച്ച് തന്നെ ആകെ 1 കിലോമീറ്ററുള്ളൂ. അതിലൊരു 1 കിലോമീറ്റർ അപ്പുറത്തൊരു ഇതും 1 കിലോമീറ്റർ അപ്പുറത്ത് ബീച്ചിൻ്റെ ഒരു തലക്കൽ ഒരു വേസ്റ്റ് കൊട്ടയും മറ്റേ തലക്കൽ വേറെ വേസ്റ്റ് കൊട്ട ആയാൽ എങ്ങനെ ആൾക്കാർക്ക് അതിൻ്റെ അടിയിൽ ഇടാനൊക്കെ ഒരു ടൈം കിട്ടില്ലേ. എന്തായാലും ഒരു കീസിൽ ഇടൂല, പിന്നെ ഇടേണ്ട നിലത്ത് അതേ ഒരു ചെയ്യുള്ളൂ. പക്ഷെ ആ 30-15 മീറ്ററിൽ വേസ്റ്റ് കൊട്ട ഉണ്ടെങ്കിൽ 100% ഷുവർ വേസ്റ്റ് കൊട്ടയ്ക്ക് ഇടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ജിമ്മറിന് തുടങ്ങിയൊരു സാധനമുണ്ട്. ജിമ്മറിന് കമ്പി മാത്രം ഇങ്ങനെ വെച്ചിക്കണേ, കമ്പി ഒരു 2 കമ്പി അടുപ്പിച്ച് വെച്ചുകാണ്ട് ഒരു കമ്പി ഇങ്ങനെ വെക്കും. എന്തിന് തൂങ്ങാൻ. പിന്നെ ഒരു കമ്പി ഇങ്ങനെ വെച്ചുകാണ്ട് ഇരിക്കാനുള്ളൊരു കമ്പി ഉണ്ട്. ആ ഇരിക്കാനുള്ള കമ്പില്ല, 2 കമ്പി ഇങ്ങനെ വെച്ചുകാണ്ട് ഇങ്ങനെ ഒരു കമ്പി ഉണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു കമ്പി ഇല്ല, അത് പറിച്ചു കൊണ്ടിരിക്കണേ. എന്താ ചെയ്യുക, ഓരോരോ ഇതൊക്കെ ഒരു എന്താ ലിവ്യ പറയല്ലേ, ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പൊ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞാലും നമുക്ക് അഭിപ്രായമില്ല. നമ്മളും കൂടി നന്നാവാണ്ട് കുറെ. അതന്നെ നമ്മൾ നന്നാണ്ട്. നമ്മള് ഒരു വേസ്റ്റ് കണ്ടാലും എന്താ, നമ്മള് വണ്ടിയിൽ നിന്ന് മുട്ടായി വാങ്ങിയാലും മുട്ടായിന്റെ കവർ ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് ഇടാം. ആ സ്വഭാവങ്ങൾ മാറ്റണം. ഒരു പോയിന്റാണ്. അതെന്താ നമ്മൾ തന്നെ ഇടാണ്. പിന്നെ നമ്മളെ താഴെ ആൾക്കാർ ഇടാതെ നിൽക്കുമോ? നമ്മള് ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി നേരെ താഴത്തേക്ക് ഇടാണ്. എല്ലാതും ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടി കുറ്റി താഴത്തേക്ക് ഇടാണ്. ഒക്കെ വിഷയമാണ്. ഈ ദുബായിലൊക്കെ അങ്ങനെ ഇട്ടാല് 500 ദിർഹം ഫൈനാണ്ട് വരും. അവിടെ കയപ്പങ്ങ് മാറി കിട്ടും. 500 ദിർഹം എത്രയായി? 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 10,000 11,000 റുപ്യ 12,000 റുപ്യ. ആകെ 3,000 റിയാൽ സാലറി ഉണ്ടാവുള്ളൂ. അതിൽ 500 റിയാൽ ആ ഫൈനാണ്ട് വന്നാല് പിന്നെ ഇടലുണ്ടാവില്ല. ഒരു 5 എണ്ണം ഇട്ടോ അവന്റെ സാലറി മൊത്തം പോകും. നമ്മളെ നാട്ടിൽ അങ്ങനെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അതായത് ലീഗൽ അല്ലാത്തൊരു സാധനം ചെയ്താൽ നല്ല ഫൈൻ കൊടുക്കണം. അത് ഇപ്പൊ ഈ ബൈക്കിന്റെ കാര്യത്തിലായാലും കാറിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. ഇപ്പൊ ബൈക്കിന് ഹെൽമെറ്റ് ഇട്ടില്ല 500 റുപ്യ, അത് ഭയങ്കര കുറവാണ്. മൊത്തത്തിൽ ലോകത്തിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് ഫൈനുള്ള ഒരു രാജ്യമൊക്കെ ഇന്ത്യ. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ കൊടുക്കണം ഒരു 50,000 ഫൈന്. പിന്നെ ഹെൽമെറ്റ് ഇടാതെ പുറത്തിറങ്ങൂല. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു HHH പോയാലും സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാലൊക്കെയാണ് കൊടുക്കാൻ ഫൈന്. ഇപ്പൊ ആണ് മറക്കരുത് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് വിടൂലേ. ഇതെന്താ 500 റുപ്യ ഇല്ലാതെ നമ്മൾ വിചാരിക്കാണ്. ഹെൽമെറ്റ് ഇട്ടില്ല, ഒരു 500 റുപ്യ പോയിട്ടാ നമ്മള് സിമ്പിൾ ആക്കുന്നോണ്ടാണ്. നമ്മളെ മൈൻഡ് സെറ്റ് തന്നെയാണ് വിഷയം. അതൊരു പോയിന്റാണ്. ഞാനും പൊലിപ്പില് 10,000 ഇടാലോ. ആ വണ്ടി ചിലപ്പോ 20,000 15,000 കിട്ടുള്ളൂ. 50,000 ഫൈൻ വന്നാല് പിന്നെന്താ വണ്ടി ആ വണ്ടി തൂക്കി ഇട്ടാ പോലെ. ഏതായാലും പറയില്ലേ, ഏതായാലും നെയ്ച്ചോറ് വെക്കണം, പിന്നെ ബിരിയാണി കൂടെ. ഗൈസ്, അപ്പൊ ഇന്നത്തെ വെടിയുണ്ടൊക്കെ തീർന്ന്. ഇന്നിപ്പോ ലബീബ് ഒരു നന്മൊക്കെ ചെയ്ത് മൂലേ കുട്ടികളെ ഇവിടുന്ന് കുന്നമ്പുറത്ത് നിന്ന് കൊടുന്നാണ്ട് ചെങ്ങാരി ആക്കി കൊടുത്ത്. അതും തോട്ടശ്ശേരല്ല, കുന്നമ്പുറത്തുനിന്ന് തിരിയാനുള്ള വണ്ടി. പക്ഷെ ഓന് ചെങ്ങാരി ഒരു ആക്കിയത്തിന് നന്മ എടാ. ഇത്രയും ഇതിലും കൂടുതൽ ഞാനെന്താ പോനെ പറ്റി പറയണ്ടേ. അപ്പോൾ വെടിയുണ്ടൊക്കെ തീർന്ന്. പണ്ടർ പോർച്ചുഗലിന്റെ കളി കണ്ടിട്ട് ഉറങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും എന്താ അണ്ണ തൂക്കില്ലേ. അണ്ണ എന്ത് അണ്ണ എന്താ പെനാൾട്ടി ആണെങ്കിൽ ഉള്ളിൽ കയറ്റണ്ടേ. കഴിഞ്ഞ പെനാൾട്ടി മെസ്സി പുറത്ത് കടിച്ചല്ലേ. ഗോൾ ഇട്ടല്ലോ, മെസ്സി പുറത്ത് കടിച്ചല്ലേ. പുറത്ത് കടിച്ചല്ലേ, പുറത്ത് കടിച്ചുള്ളതൊക്കെ വിഷയമല്ല. മെസ്സിക്ക് പെനാൾട്ടി കിട്ടിയാല്
പെസ്സി ഫിഫ ബോയ് അല്ല. അണ്ണന് പെനാൾട്ടി കിട്ടിയ ഒരു വിഷയമില്ല. അണ്ണ വേൾഡ് കപ്പ് അടിച്ചെന്ന് വിചാരിക്കും, അടിക്കൂല, അടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങള് പറയാം ഫിഫ അതൊക്കെ സിമ്പിൾ ആയിട്ട് അടിക്കും. ഞങ്ങൾ പണ്ടേ വാങ്ങിയതാ. ഇത് പ്രിൻസസ് ആണ് മെസ്സി, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പറഞ്ഞ മെസ്സിന്റെ അണ്ണെന്ന് പറഞ്ഞ വേറെ ലെവലിൽ ഇങ്ങനെ നിക്കണേ. അണ്ണന് ആ കഴിഞ്ഞ മെസ്സി പുറത്ത് കടിച്ച പെനാൾട്ടി, പക്ഷെ അണ്ണൻ പുറത്ത് കടിച്ചില്ല, അണ്ണൻ ഉള്ളിൽ കടിച്ച്. അണ്ണൻ ഏതിലാ ഞാൻ പറയണെങ്കിൽ അണ്ണനൊരു ലെവലാണ്. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാട്ടാ, എന്നാലും അണ്ണനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഇവൻ മെസ്സി ഫാന്, ഫിഫ പ്രിൻസസ്. ആകണോ അതാ ഇവിടെ പോയി. എന്നാലും എന്തായാലും ബ്രസീൽ കപ്പ് നോക്കും. അണ്ണനൊക്കെ എന്തായാലും ഞങ്ങളെ കൈക്ക് കിട്ടും. ഇവിടെ മറ്റേ ഇതില് ഫൈനലില് തൂക്കങ്ങ് അടിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനല്ല, നിങ്ങളും ഫൈനലിലെത്തൂല, അണ്ണൻ ക്വാർട്ടർ കടക്കൂല. എന്നിട്ടല്ലേ അണ്ണനൊക്കെ കണ്ടോ? ഇപ്രാവശ്യം ഫൈനൽ അർജന്റീനയും ഫ്രാൻസും. അർജന്റീനയും ഫ്രാൻസും അതൊക്കെ അർജന്റീനൊക്കെ കേപ്പുറത്തെ മന്ത്രവാദി തുപ്പിക്കണേ, പോയിട്ട് പൊടിയിൽ തുപ്പി എറിഞ്ഞിക്കണേ. ഇനി എന്താ കറന്നിട്ട് കാര്യമില്ല, അതൊക്കെ അർജന്റീനൊക്കെ വെട്ടിയിടും. ഒന്നെങ്കിൽ മന്ത്രവാദി എയറില് അല്ലെങ്കിൽ അർജന്റീന എയറില്. എനിക്ക് തോണ്ട് ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ, അർജന്റീന ആണല്ലോ. അപ്പൊ എന്തായാലും ജയിപ്പിച്ചാണെന്നാണല്ലോ. 2026 വേൾഡ് കപ്പില് ഫൈനൽ കളിക്കല് ഫ്രാൻസും അർജന്റീനയൊക്കെ. അർജന്റീന കപ്പ് ഉണ്ടോന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അർജന്റീനയും ഒരിക്കലും അതാവൂല. ഒരു സെമി ഫൈനലിൽ ബ്രസീലിനെ കിട്ടിയാണ്ടല്ലോ, അല്ല ബ്രസീൽക്ക് അർജന്റീന കിട്ടിയാല് അണ്ണക്ക് അടിച്ചങ്ങ് കയറ്റും. ആ മൊട്ട റഫറി ഓലെ 12th മാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മൊട്ട ഇറങ്ങരുത്. അല്ല ഓനെ ഇറക്കാതൊക്കെ കളിച്ചാൻ പറ്റുമോ? അപ്പൊ ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വെടിയുണ്ടൊക്കെ തീർന്ന്. ഇന്നിപ്പോ ലബി ഒരു നന്മൊക്കെ ചെയ്ത് മൂലേ കുട്ടികളെ ഇവിടുന്ന് കുന്നമ്പുറത്തുനിന്ന് കൊടുന്നാണ്ട് ചെങ്ങാനി ആക്കി കൊടുത്ത്. അതും തോട്ടശ്ശേരല്ല, കുന്നമ്പുറത്തുനിന്ന് തിരാളാണ്. പക്ഷെ ഓന് ചെങ്ങാനി ഒരാൾക്കത്തിന് നന്മ ഇത്രയും ഇതിനും കൂടുതൽ ഞാനെന്താ പോനെ പറ്റി പറയണ്ടേ. അപ്പോൾ വെടിയുണ്ടൊക്കെ തീർന്ന്. പണ്ടർ പോർച്ചുഗലിന്റെ കളി കണ്ടിട്ട് ഉറങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും എന്താ അണ്ണ തൂക്കില്ലേ? അണ്ണ എന്ത് അണ്ണനെന്താ കുഴപ്പം? പെനാൾട്ടി ആണെങ്കിൽ ഉള്ളിൽ കയറ്റണ്ടേ? കഴിഞ്ഞ പെനാൾട്ടി മെസ്സി പുറത്ത് കടിച്ചല്ലേ? ഗോൾ ഇട്ടല്ലോ, മെസ്സി പുറത്ത് കടിച്ചല്ലേ? പുറത്ത് കടിച്ചല്ലേ? പുറത്ത് കടിച്ചുള്ള വിഷയമല്ല. ഇല്ലല്ല, മെസ്സിക്ക് പെനാൾട്ടി കിട്ടിയാല് പെസ്സി ഫിഫ ബോയ് അണ്ണന് പെനാൾട്ടി കിട്ടിയ ഒരു വിഷയമില്ല. അണ്ണ വേൾഡ് കപ്പ് അടിച്ചെന്ന് വിചാരിക്കും, അടിക്കൂല, അടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങള് പറയാം ഫിഫ അതൊക്കെ സിമ്പിൾ ആയിട്ട് അടിക്കും. ഞങ്ങൾ പണ്ടേ വാങ്ങിയതാ. ഇത് പ്രിൻസസ് ആണ് മെസ്സി, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പറഞ്ഞ മെസ്സിന്റെ അണ്ണെന്ന് പറഞ്ഞ വേറെ ലെവലിൽ ഇങ്ങനെ നിക്കണേ. അണ്ണന് ആ കഴിഞ്ഞ മെസ്സി പുറത്ത് കടിച്ച പെനാൾട്ടി, പക്ഷെ അണ്ണൻ പുറത്ത് കടിച്ചില്ല, അണ്ണൻ ഉള്ളിൽ കടിച്ച്. അണ്ണൻ ഏതിലാ ഞാൻ പറയണെങ്കിൽ അണ്ണനൊരു ലെവലാണ്. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാട്ടാ, എന്നാലും അണ്ണനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഇവൻ മെസ്സി ഫാന്, ഫിഫ പ്രിൻസസ്. ആകണോ അതാ ഇവിടെ പോയി. എന്നാലും എന്തായാലും ബ്രസീൽ കപ്പ് നോക്കും. അണ്ണനൊക്കെ എന്തായാലും ഞങ്ങളെ കൈക്ക് കിട്ടും. ഇവിടെ മറ്റേ ഇതില് ഫൈനലില് തൂക്കങ്ങ് അടിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനല്ല, നിങ്ങളും ഫൈനലിലെത്തൂല, അണ്ണൻ ക്വാർട്ടർ കടക്കൂല. എന്നിട്ടല്ലേ അണ്ണനൊക്കെ കണ്ടോ? ഇപ്രാവശ്യം ഫൈനൽ അർജന്റീനയും ഫ്രാൻസും. അർജന്റീനയും ഫ്രാൻസും അതൊക്കെ അർജന്റീനൊക്കെ കേപ്പുറത്തെ മന്ത്രവാദി തുപ്പിക്കണേ, പോയിട്ട് പൊടിയിൽ തുപ്പി എറിഞ്ഞിക്കണേ. ഇനി എന്താ കറന്നിട്ട് കാര്യമില്ല, അതൊക്കെ അർജന്റീനൊക്കെ വെട്ടിയിടും. ഒന്നെങ്കിൽ മന്ത്രവാദി എയറില് അല്ലെങ്കിൽ അർജന്റീന എയറില്. എനിക്ക് തോണ്ട് ഇപ്പൊ
ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ, അർജന്റീന ആണല്ലോ. അപ്പൊ എന്തായാലും ജയിപ്പിച്ചാണെന്നാണല്ലോ. 2026 വേൾഡ് കപ്പില് ഫൈനൽ കളിക്കല് ഫ്രാൻസും അർജന്റീനയൊക്കെ. അർജന്റീന കപ്പ് ഉണ്ടോന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ അർജന്റീനയും ഒരിക്കലും അതാവൂല. ഒരു സെമി ഫൈനലിൽ ബ്രസീലിനെ കിട്ടിയാണ്ടല്ലോ, അല്ല ബ്രസീൽക്ക് അർജന്റീന കിട്ടിയാല് അണ്ണക്ക് അടിച്ചങ്ങ് കയറ്റും. ആ മൊട്ട റഫറി ഓലെ 12th മാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മൊട്ട ഇറങ്ങരുത്. അല്ല ഓനെ ഇറക്കാതൊക്കെ കളിച്ചാൻ പറ്റുമോ? അപ്പൊ ഓക്കെ, അപ്പൊ പിന്നെ കാണാം. ഓക്കെ.